എല്ലാ മാസവും പകുതിയാവുമ്പോൾ നെക്സ്റ്റോക്കൊരു പോക്ക് അത് മസ്റ്റാട്ടോ. വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് തന്നെ വിവേകിൻ്റെ പേഴ്സ് കുറച്ച് കനം കുറയും കേട്ടോ. നിലവിലിപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ സഹായം ആ ഒരു സഹായം മാത്രം കേട്ടോ. ഇവിടുത്തെ അമ്മ ചോദിക്കട്ടെ ഇടയ്ക്ക്, ഇവിടെ അടുത്തെങ്ങും കടലായിട്ടാണ് അവിടെയൊക്കെ പോയി തിരൂർ പോയി വാങ്ങിക്കണമെന്ന്. ഇത്തരം ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ സാധനം വാങ്ങിക്കുമ്പോൾ എന്താ പറയുക, ഓഫറും കൂടി ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 1000 രൂപ, ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞങ്ങൾ 1000 രൂപ കുറഞ്ഞ് കിട്ടാറുണ്ട്. സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും 1000 രൂപ കുറഞ്ഞ് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണ ആവറേജ് ഫാമിലിയൊക്കെ ഇങ്ങനത്തെ ഹൈപ്പർ മാർക്കറ്റ് ചൂസ് ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ. മിക്ക സ്ഥലങ്ങളിൽ പോയാലും ഞാൻ റിയനെ നിലത്തേക്ക് ഇറക്കാറില്ല കേട്ടോ. നിലത്തേക്ക് ഇറങ്ങിയ ഇതാ അവസ്ഥ. പിന്നെ ഇങ്ങനെ നടന്ന് പിന്നെ മേത്ത് കയറില്ല, പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഒരാളുണ്ടല്ലോ, 2 മിനിറ്റ് നടന്നാൽ 3 മണിക്കൂർ എടുക്കണം. അതാണ് ഇവളെ പോളിസി. ചെക്കൻ എവിടേക്കൊക്കെ ഓടി പോയപ്പോൾ ലാസ്റ്റ് പിടിച്ച് വണ്ടിയിൽ കിട്ടിട്ടാ. അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ വീട് പിടിച്ചിട്ടോ.